നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലുണ്ടായ സംഘർഷം. 3 ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. കാസർഗോഡിന്റെ എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലെത്തിയതാണ് എയിംസ് കാസർഗോഡ് എത്തുമെന്ന പ്രതീക്ഷ ഉയർത്തുന്നത്. നൂറിന്റെ നിറവിലെങ്കിലും കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അവഗണന മാത്രം ബാക്കി. സ്കൂളിന്റെ പല കെട്ടിടങ്ങളും വർഷങ്ങളുടെ പഴക്കമുള്ളത്. മഞ്ചേശ്വരത്തും ഉപ്പളയിലും യാത്രക്കാർക്ക് ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലേക്കും എത്തിപ്പെടുന്നത് ദുരിതമാകുന്നു. നടപടി വേണമെന്ന ആവശ്യം ശക്തം. അന്ത്യോദയ എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾ പകുതിയായി വെട്ടിക്കുറച്ചു. ദുരിതത്തിലായി കാസർഗോട്ടെ യാത്രക്കാർ. കേരള ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കുടുംബസമേതം ധർണാ സമരം നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് P. മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. സ്വകാര്യ ബസ് ഡ്രൈവറെ മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തത്. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ചൊവ്വാഴ്ച രാവിലെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. ചൊവ്വാഴ്ച രാവിലെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഓടിച്ചെത്തിയപ്പോൾ ഒരു സംഘം മർദ്ദിച്ചതായി ചിക്കു എന്ന സ്വകാര്യ ബസിന്റെ ഡ്രൈവർ ചീമേനി സ്വദേശി P. ശ്രീകാന്ത്, കണ്ടക്ടർ M. മഹമ്മൂദ് എന്നിവർ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ടൗണിലെ അനിരുദ്ധ് തുടങ്ങി 3 ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ പോലീസ് കേസെടുത്തത്. ബസ്സിൽ നിന്നിറക്കി മർദ്ദിച്ചതായി ഇവർ നൽകിയ പരാതിയിൽ പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ സ്വകാര്യ ബസ് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഹോൺ നീട്ടിമുഴക്കി അമിത വേഗതയിൽ എത്തിയിരുന്നുവത്രേ. തിങ്കളാഴ്ച ബസ് സ്റ്റാൻഡിലെത്തിയ കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പിലെ വീട്ടമ്മ ബസ്സിടിച്ച് മരിച്ച സാഹചര്യത്തിൽ അമിത വേഗതയിലും അശ്രദ്ധമായും ബസ് എടുക്കരുതെന്ന് ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും നിഷ്കർഷിച്ചിരുന്നു. ഇത് പാലിക്കാതെ ബസ് എത്തിയത് ഓട്ടോ ഡ്രൈവർമാരുൾപ്പെടെ ചോദ്യം ചെയ്യുകയും സംഘർഷമുണ്ടാവുകയും തുടർന്ന് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് നേരെ മർദ്ദനമുണ്ടാവുകയുമായിരുന്നുവത്രേ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡിന്റെ എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലെത്തിയതോടെയാണ് എയിംസ് കാസർഗോഡ് എത്തുമെന്ന പ്രതീക്ഷ ഉയരുന്നത്. വിജയിച്ചാൽ എയിംസ് കേരളത്തിലേക്ക് എത്തിക്കുവാൻ ഇടപെടുമെന്നത് സുരേഷ് ഗോപിയുടെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു. കാസർഗോഡ് എയിംസ് സ്ഥാപിക്കണമെന്ന മുറവിളി ഒരു ഘട്ടത്തിൽ ശക്തമായിരുന്നു. എയിംസ് കാസർഗോഡ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എയിംസ് ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലെത്തിയതോടെ കാസർഗോഡിന്റെ എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്. കേന്ദ്രം എയിംസ് കേരളത്തിന് അനുവദിക്കുമ്പോൾ കാസർഗോഡിനെ പരിഗണിക്കണമെന്നുള്ളത് പൊതുവായ ആവശ്യമാണെന്നും പുതിയ കേന്ദ്രമന്ത്രിസഭയിലെ കേരളത്തിൽ നിന്നുള്ളവരുടെ സമ്മർദ്ദമുണ്ടായാൽ എയിംസ് കാസർഗോഡ് എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് ചെറുക്കള ഫൗണ്ടേഷൻ ചെയർമാനും സാമൂഹിക പ്രവർത്തകനുമായ നാസർ ചെറുക്കള പറഞ്ഞു. എയിംസ് എന്നുള്ള ലോകോത്തര ആശുപത്രി സംരംഭം, ആ ലോകോത്തര മെഡിക്കൽ കോളേജ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം കേരളത്തിലേക്ക് അനുവദിക്കപ്പെടുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാസർഗോഡ് ജില്ലയെ പരിഗണിക്കണം എന്നുള്ളത് കേരളത്തിലെ പൊതുമണ്ഡലങ്ങൾ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ മന്ത്രിസഭ നിലവിൽ വന്ന സാഹചര്യത്തിൽ കേരളത്തിൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ കുര്യൻ അവർകളും മന്ത്രിയായ സാഹചര്യത്തിൽ അവർക്ക് കാസർഗോഡിന് അനുകൂലമായിട്ടുള്ള പ്രപ്പോസൽ കേരള സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ഒരു രാഷ്ട്രീയ തീരുമാനമുണ്ടാക്കി നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉടനടി ഇവരുടെ സമ്മർദ്ദം കൂടി ഉണ്ടായാൽ കാസർഗോഡ് ജില്ലക്ക് അതുപോലെ തന്നെ കാസർഗോഡിൻ്റെ പരിസര പ്രദേശങ്ങളിലെ 8ഓളം മെഡിക്കൽ കോളേജിലുള്ള റഫറൽ ആശുപത്രിയായി എയിംസ് മെഡിക്കൽ കോളേജിനെ കാസർഗോഡ് കൊണ്ടുവരാൻ സാധിക്കും. എയിംസ് വരുന്നതോടുകൂടി കാസർഗോഡിൻ്റെ വികസനത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. എൻഡോസൾഫാൻ വിഷം തളിച്ചതിന്റെ ഫലമായി സമാനതകളില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് കാസർഗോട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് പ്രപ്പോസലിൽ കാസർഗോഡ് ജില്ലയുടെ പേരും ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറിന്റെ നിറവിൽ. കാസർഗോഡിന്റെ സമഗ്രമായ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച വിദ്യാലയം പ്രഗത്ഭരായ നിരവധി ശിഷ്യരെയാണ് സംഭാവന ചെയ്തത്. നൂറിന്റെ നിറവിലാണെങ്കിലും സ്കൂൾ ഇന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് സ്കൂളിന്റെ പല കെട്ടിടങ്ങളും.
കാസർഗോഡിന്റെ നഗരഹൃദയത്തിലെ വിദ്യാവെളിച്ചമാണ് 100 വർഷം പിന്നിട്ട കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കാസർഗോഡിന്റെ ഓരോ തുടിപ്പുകൾക്കും സാക്ഷ്യം വഹിച്ച വിദ്യാലയം പ്രഗത്ഭരായ നിരവധി ശിഷ്യരെയാണ് സംഭാവന ചെയ്തത്. കാസർഗോഡിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക സവിശേഷതകൾ കൊണ്ട് GHSS കാസർഗോഡിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. 100 വർഷം കഴിഞ്ഞെങ്കിലും കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്നും കടുത്ത അവഗണനയാണ് നേരിടുന്നത്. സമീപത്തുള്ള മറ്റ് സ്കൂളുകളെല്ലാം കോടികൾ ചിലവിട്ട് ഹൈടെക് ആക്കുമ്പോൾ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് 100 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ്. ഈ സാഹചര്യത്തിൽ സ്കൂളിലെ കെട്ടിട സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തണമെന്നാണ് OSA അടക്കമുള്ളവരുടെ ആവശ്യം. ഹൈസ്കൂൾ ഓഫീസിൻ്റെ കെട്ടിടം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്നൊരു ഓഫീസ് കെട്ടിടമാണ്. അത് ഓടിട്ട ഒരു കെട്ടിടം ഏറ്റവും ടോപ്പിലായിട്ടുള്ളത്. അതും അങ്ങനെയാണ് ഒരു വേറൊരു മാറ്റം, അതിന് ഒരു പുതിയ കെട്ടിടം ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കെട്ടിടം കൂടി ഇപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള എൻ്റെ ഈ ഇടതുവശത്തുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടം കുറച്ചും പഴക്കം ചെന്നതാണ്. അതും കൂടി മാറ്റിയാൽ ഈ സ്കൂളിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളിലൊന്നാണ്. സ്കൂളിന്റെ നിലവിലുള്ള കെട്ടിടങ്ങൾ തന്നെ പെയിന്റ് ഇളകി വൃത്തിഹീനമായി കിടക്കുകയായിരുന്നു. പെയിന്റ് അടിക്കാൻ പോലും ഫണ്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് താൽക്കാലികമായി 3 ബ്ലോക്കുകൾക്ക് സ്കൂൾ സ്റ്റാഫ് കൗൺസിലും OSA കമ്മിറ്റിയും സഹകരിച്ച് 1.25 ലക്ഷം രൂപ ചെലവിട്ട് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി നൽകി. ഹൈസ്കൂൾ ഓഫീസും ലാബും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത്. മറ്റ് സ്കൂളുകൾക്ക് MLA ഫണ്ടിൽ നിന്നും കോടികൾ ചിലവിട്ട് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകുമ്പോൾ നഗരഹൃദയത്തിലെ സ്കൂളിനും കുറച്ച് തുകയെങ്കിലും മാറ്റിവെക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നുണ്ട്. സ്കൂളിനോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും ഇവിടെ മികച്ച കെട്ടിട സൗകര്യം ഉൾപ്പെടെ ഒരുക്കുവാൻ നടപടിയുണ്ടാവണമെന്നുമാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. 100 വർഷം പിന്നിടുമ്പോഴും സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന മഞ്ചേശ്വരത്തും ഉപ്പളയിലും യാത്രക്കാർക്ക് റോഡിന്റെ ഇരുഭാഗങ്ങളിലേക്കും എത്തിപ്പെടുന്നത് ദുരിതമാകുന്നു. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപത്തും ഉപ്പള ഗവൺമെന്റ് സ്കൂളിന് സമീപവുമാണ് വിദ്യാർത്ഥികളടക്കമുള്ളവർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. ദേശീയപാത നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും മഞ്ചേശ്വരത്തും ഉപ്പളയിലും യാത്രക്കാർക്ക് റോഡിന്റെ ഇരുഭാഗങ്ങളിലേക്കും എത്തിപ്പെടാനാകാത്ത അവസ്ഥയാണ്. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപത്തും ഉപ്പള ഗവൺമെന്റ് സ്കൂളിന് സമീപവുമാണ് പ്രധാനമായും ബുദ്ധിമുട്ട് നേരിടുന്നത്. ഇവിടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ ഇരുവശങ്ങളിലേക്കും പോകുവാൻ നന്നേ പ്രയാസപ്പെടുകയാണ്. 2 ഇടങ്ങളിലും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇരുവശങ്ങളിലും എളുപ്പത്തിലെത്താനായി റോഡിന്റെ ഡിവൈഡർ ചാടിക്കടക്കുന്നതും പതിവായിട്ടുണ്ട്. ഇത് വലിയ അപകടമായിരിക്കും ക്ഷണിച്ചു വരുത്തുക. ഗോവിന്ദ് പൈ കോളേജ്, കണ്ണൂർ സർവകലാശാല നിയമപഠന ക്യാമ്പസ് എന്നിവിടങ്ങളിലേക്ക് പാവൂർ, മച്ചമ്പാടി ഭാഗത്തു നിന്നെത്തുന്ന യാത്രക്കാരാണ് റോഡ് കടക്കുവാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നത്. മുൻപ് ഇതുവഴി വരുന്ന വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ദേശീയപാത മുറിച്ചു കടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എളുപ്പത്തിലെത്താൻ മാർഗമുണ്ടായിരുന്നു. ഇപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള സർവീസ് റോഡിലൂടെ 300 മീറ്ററിലധികം നടന്നാൽ മാത്രമേ റെയിൽവേ സ്റ്റേഷനിലെത്താൻ പറ്റൂ. ഇത് ഒഴിവാക്കുന്നതിനായി ഇപ്പോൾ ദേശീയപാത മുറിച്ചു കടന്നാണ് റെയിൽവേ സ്റ്റേഷനിലേക്കും ബങ്കര, മഞ്ചേശ്വരം ഭാഗത്തേക്കുമുള്ള യാത്രക്കാർ എത്തുന്നത്. എല്ലാം മധുരച്ചാട്ടടുപ്പിലോട്ട് പോകുന്നു. പിന്നെ പോകുന്നത് എല്ലാം അണ്ടർ പാസിലാണ്. ഉപ്പള ഗേറ്റിൽ അണ്ടർ പാസിലാണ് പോകുന്നത്. അണ്ടർ പാസിൻ്റെ അവസ്ഥ എല്ലാവർക്കും ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് വിജയ് ചാനലിൽ എല്ലാം ഇതിനെ കണ്ടെങ്കിൽ വീഡിയോയുടെ സൈഡ് നിങ്ങൾ കാണും. ഈ പിള്ളേർ വരുന്ന ബുദ്ധിമുട്ട്. മേൽപ്പാലം വരുന്നില്ല. ആ മേൽപ്പാലം വരുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു നടപ്പാലം എന്തെങ്കിലും വെക്കാൻ എന്തും വെച്ചിട്ട് ആൾക്കാർ കൂടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇതിനുള്ളത് ഉപ്പള ഗേറ്റ് അണ്ടർ പാസിൻ്റെ അവസ്ഥ എല്ലാവരും കണ്ടത് കുഞ്ഞാണ്. ഇപ്പോഴും വെള്ളം കെട്ടിയിട്ടുണ്ട്. അതിൽ പോകാൻ കഴിഞ്ഞു. അങ്ങനത്തെ ബുദ്ധിമുട്ടിലാണ് പിള്ളേരുള്ളത്. ഇതിലേക്ക് അധികാരികൾ ആരെങ്കിലും വന്നിട്ട് നോക്കും. ഇതുവരെ ആരും വന്നിട്ട് സന്ദർശിച്ച് ആരെങ്കിലും പറഞ്ഞു ഇത് നോക്കണം. ദേശീയപാത പൂർണ്ണതോതിൽ സജ്ജമായാൽ യാത്രക്കാർക്ക് 1 കിലോമീറ്ററോളം ചുറ്റിത്തിരിയേണ്ടി വരും. ഉപ്പള ഗേറ്റിന് സമീപം അടിപ്പാതയുണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരത്താണിത്. സമീപകാലത്ത് 3 പേരാണ് മഞ്ചേശ്വരത്ത് ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ വാഹനമിടിച്ച് മരിച്ചത്. ദേശീയപാതയിൽ വാഹനങ്ങൾ ദിശ മാറി വന്ന് കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികളായ അച്ഛനും മക്കളും മരിച്ചതും അടുത്തിടെയാണ്. ഇത്തരം സാഹചര്യത്തിൽ സ്കൂളുകൾ, കോളേജുകൾ, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന വിധം മേൽപ്പാതയോ അടിപ്പാതയോ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
മംഗളൂരു കൊച്ചുവേളി അന്ത്യോദയ എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾ പകുതിയായി വെട്ടിക്കുറച്ചതോടെ ദുരിതത്തിലായി കാസർഗോട്ടെ യാത്രക്കാർ. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെയും റിസർവേഷൻ കിട്ടാതെയും തെക്കൻ ജില്ലകളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഏറെ ഉപകാരമാകുന്ന ട്രെയിനാണിത്. കോച്ചുകൾ കുറച്ചതോടെ ട്രെയിനിൽ കാസർഗോഡ് നിന്ന് തന്നെ യാത്രക്കാർ നിറഞ്ഞു കവിയുന്ന അവസ്ഥയാണിപ്പോൾ. വെള്ളി ഞായർ ദിവസങ്ങളിൽ മാംഗ്ലൂരുവിൽ നിന്ന് ആലപ്പുഴ വഴി കൊച്ചുവേളിയിലേക്കും വ്യാഴം ശനി ദിവസങ്ങളിൽ കൊച്ചുവേളിയിൽ നിന്ന് മാംഗ്ലൂരുവിലേക്കുമാണ് അന്ത്യോദയ എക്സ്പ്രസിന്റെ സർവീസ്. അടുത്തിടെയാണ് ഈ ട്രെയിനിന്റെ കോച്ചുകൾ വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങിയത്. ആദ്യഘട്ടങ്ങളിൽ 16ലേറെ കോച്ചുകൾ ഉണ്ടായിരുന്ന ട്രെയിനിൽ കഴിഞ്ഞ ദിവസം രാത്രി കൊച്ചുവേളിയിലേക്ക് സർവീസ് നടത്തവേ യാത്രക്കാർക്കായി ഉണ്ടായിരുന്നത് 8.5 കോച്ചുകൾ മാത്രമായിരുന്നു. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെയും റിസർവേഷൻ കിട്ടാതെയും തെക്കൻ ജില്ലകളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഏറെ ഉപകാരമാകുന്ന ട്രെയിനായിരുന്നു ഇത്. ഇപ്പോൾ കോച്ചുകൾ കുറച്ചതിനാൽ മാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിൽ കാസർഗോഡ് നിന്ന് തന്നെ യാത്രക്കാർ നിറഞ്ഞു കവിയുകയാണ്. ട്രെയിനിൽ കയറാൻ പോലും സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. കാസർഗോഡ് വിട്ടാൽ കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, തൃശൂർ, എറണാകുളം ജംഗ്ഷൻ, ആലപ്പുഴ, കൊല്ലം എന്നീ സ്റ്റോപ്പുകൾ മാത്രമാണ് ഈ ട്രെയിനിനുള്ളത്. ഈ കാരണം കൂടിക്കൊണ്ടാണ് യാത്രക്കാർ ഈ ട്രെയിനിനെ കൂടുതൽ ആശ്രയിക്കുന്നത്. തിരുവനന്തപുരം RCC, മെഡിക്കൽ കോളേജ്, സെക്രട്ടേറിയറ്റ്, കൊല്ലം എന്നിവിടങ്ങളിൽ പോകുന്ന രോഗികളടക്കമുള്ള യാത്രക്കാർക്ക് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ഇരുന്നു പോകാൻ പറ്റുന്ന ട്രെയിൻ കൂടിയാണിത്. ട്രെയിൻ മാംഗ്ലൂരുവിലേക്ക് വരുമ്പോൾ കൊച്ചുവേളിയിൽ നിന്ന് വിട്ട് കൊല്ലത്തെത്തുമ്പോഴേക്കും യാത്രക്കാർ നിറഞ്ഞു കവിയുകയാണ്. മാംഗ്ലൂരു, ഉടുപ്പി, സുള്ളിയ അടക്കമുള്ള കർണാടകയിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഏറെ ആശ്രയിക്കുന്നത് ഈ ട്രെയിനിനെയാണ്. ട്രെയിനിന്റെ കോച്ചുകൾ വെട്ടിക്കുറച്ച പ്രശ്നത്തിൽ ജനപ്രതിനിധികൾ ഇടപെട്ട് കോച്ചുകൾ പുനഃസ്ഥാപിക്കുവാൻ നടപടിയുണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ CITUവിന്റെ കുടുംബസമേതമുള്ള ധർണാ സമരം കാസർഗോഡ് CPCയുടെ മുന്നിൽ നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് P. മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് കമ്മീഷൻ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക, സ്ഥിരവേതനം 15,000 രൂപയായി വർദ്ധിപ്പിക്കുക, സഹകരണ ക്ഷേമനിധിയിൽ മുഴുവൻ തൊഴിലാളികളെയും ഉൾപ്പെടുത്തുക, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പലിശ നിർത്തലാക്കിയ നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കേരള ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ കുടുംബസമേതം ധർണ നടത്തിയത്. ധർണ CITU ജില്ലാ പ്രസിഡന്റ് മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് സർക്കാർ ജീവനക്കാരെ പോലെ ഉയർന്ന പെൻഷനില്ലെങ്കിലും ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മിനിമം പെൻഷൻ, അതുപോലെ തന്നെ വിരമിക്കുന്ന പ്രായത്തിൽ അവരുടെ മെച്ചപ്പെട്ട നിലയിലുള്ള ആനുകൂല്യം, പിന്നീടുള്ള ജീവിതത്തിൽ വലിയ നിലയിൽ നേട്ടമാകുന്ന നിലയിലേക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇത്രയും വർഷത്തെ കാലാവധിക്ക് ശേഷം നമ്മുടെ മേഖലയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് വെറും കൈയോടെ യാതൊരു ഉപാധിയുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു മെച്ചവുമില്ലാതെ പിരിഞ്ഞു പോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളത് വസ്തുത അങ്ങേയറ്റം ഖേദകരമാണ് എന്ന് കാണുന്നതിന് വേണ്ടി പറ്റും. KBAU ജില്ലാ പ്രസിഡന്റ് MS വിജയ് അധ്യക്ഷത വഹിച്ചു. KBEF ജില്ലാ സെക്രട്ടറി T. രാജൻ, KBAU സംസ്ഥാന ട്രഷറർ PC പ്രഭാകരൻ, KBAU ജില്ലാ വൈസ് പ്രസിഡന്റ് BC രാജേഷ് എന്നിവർ സംസാരിച്ചു. KBAU ജില്ലാ സെക്രട്ടറി KC ജയകുമാർ സ്വാഗതവും KBAU ജില്ലാ ട്രഷറർ M. രാജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാപ്പ ചുമത്തി നാടുകടത്തിയ ഉത്തരവ് നിലനിൽക്കെ വീണ്ടും നാട്ടിലെത്തി കുറ്റകൃത്യത്തിലേർപ്പെട്ട നിരവധി കേസുകളിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാസർഗോഡ് കൂഡ്ലു RT നഗറിലെ കൗശിക്കാണ് അറസ്റ്റിലായത്. നിരവധി കേസുകളിൽ പ്രതിയായ കൗശിക്കിനെതിരെ കേരള സമൂഹവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം കേസെടുത്ത് നാട് കടത്തിയിരുന്നു. ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് നിലനിൽക്കെയാണ് പ്രതി നാട്ടിലെത്തിയത്. അതിനിടെ മഞ്ചേശ്വരത്ത് തട്ടിക്കൊണ്ടുപോയി കവർച്ച നടത്തിയ കേസിലും പ്രതിയായി. തുടർന്നാണ് വീണ്ടും കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. കവി TS തിരുമുമ്പിന്റെ 118ാമത് ജന്മദിനം പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. കവിയുടെ ഭവനത്തിൽ പുഷ്പാർച്ചനയും അനുബന്ധ ചടങ്ങുകളും നടന്നു. കവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ പിലിക്കോടിന്റെ മണ്ണിൽ ജന്മദിനാഘോഷം ആദ്യമായാണ് നടന്നത്. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് കാർഷിക കേന്ദ്രം മേധാവി ഡോക്ടർ T. വനജ, കവി TS തിരുമുമ്പിന്റെ മക്കളായ PC വേണുഗോപാലൻ തിരുമുമ്പ്, ചന്ദ്രൻ തിരുമുമ്പ്, പ്രസന്ന തിരുമുമ്പ്, സഹോദരിയുടെ പേരമകൾ വാസന്തി തിരുമുമ്പ്, മകളുടെ മകൻ PC ശിവദാസൻ, സഹോദരരുടെ പേരമക്കളായ ഉണ്ണികൃഷ്ണ തിരുമുമ്പ്, സോമനാഥൻ നമ്പ്യാർ, മകളുടെ മകൻ PC ജയദേവ്, CK സൗദാമിനി എന്നിവർ നേതൃത്വം നൽകി. 118ാം ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്.
സാധാരണയായിട്ട് ചരമദിനമാണ് ഏറ്റവും ജനപങ്കാളിത്തത്തോടു കൂടിയിട്ട് ഇരുന്നുകൊണ്ടേയിരുന്നത്. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് പുലിക്കോട് തോട്ടത്തിൻ്റെ ഒരു ആഭിമുഖ്യത്തിലും അവരുടെ ഒരു ഉത്സാഹത്തിലും ഇവിടെ ഈ ദിവസം, അച്ഛൻ ജനിച്ച ദിവസം വളരെ നന്നായി ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. തുടർന്ന് കാസർഗോഡ് വികസന പാക്കേജിൽ കേന്ദ്രത്തിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളും കുടുംബാംഗങ്ങൾ സന്ദർശിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. ജലദ സംസ്ഥാന കായികോത്സവത്തിൽ പങ്കെടുത്തവരെയും അനുമോദിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെയും ജലദ സംസ്ഥാന കായികോത്സവത്തിൽ പങ്കെടുത്തവരെയും അനുമോദിച്ചു. വിദ്യാനഗർ NGO യൂണിയൻ ഹാളിൽ നടന്ന അനുമോദന യോഗം CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ ആദരിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ, ഈ മേഖലയിൽ ജോലിക്കുന്ന തൊഴിലാളികളുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം ലഭിച്ച് അവർക്ക് മെച്ചപ്പെട്ട വിജയം കൈവരിക്കാനായാലും അവരെ അനുഭവിക്കാനുള്ള ചടങ്ങാണ് ഒന്നാമത്തെ അജണ്ട. രണ്ടാമത്തെ അജണ്ട ഒരു സാംസ്കാരിക സംഘടനയിലേക്ക് പ്രവർത്തിക്കുന്നു. തൊഴിലാളികളുടെ കലാ സാംസ്കാരിക സംഘടന, കായികവും സാംസ്കാരികവും കലാപരവുമായ എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം സമാന്തരമായി ഉണ്ടാക്കി ഈ സംഘടന മുന്നോട്ട് പോകുന്നു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് S ഗോവിന്ദരാജ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി A സുധാകരൻ, അക്വ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ഗിരീഷ് ബാബു, K ബിജു, M ജയൻ, BV പ്രിയേഷ്, MV പ്രസാദ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ KP തേജാലക്ഷ്മി, P ലക്ഷ്മിപ്രിയ, ലുബൈബ് റഹ്മാൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ജില്ലാ സെക്രട്ടറി K വിനോദ് സ്വാഗതവും ട്രഷറർ B സുപ്രിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സർവീസിനായി ഷോറൂമിൽ വെച്ച വാഹനത്തിൽ നിന്നും പെട്രോൾ നഷ്ടപ്പെട്ടതായി പരാതി. പെരിയയിലെ അമാന ടൊയോട്ടയിൽ 2024 മെയ് 21 സർവീസിനായി വെച്ച കുണ്ടംകുടി ചേടിക്കുണ്ട് മരുതടുക്ക സ്വദേശിനിയായ ആസിയയുടെ പേരിലുള്ള ടൊയോട്ട ഇന്നോവ ഹൈക്രോസിൽ നിന്നുമാണ് പെട്രോൾ നഷ്ടപ്പെട്ടതായി പരാതി ഉയർന്നത്. വാഹനത്തിന്റെ ഉടമസ്ഥയായ ആസിയയുടെ മകൻ മുസ്തഫയും സാമൂഹ്യ പ്രവർത്തകരും കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പെട്രോൾ നഷ്ടപ്പെട്ടതായി പരാതി പറഞ്ഞത്. സർവീസിന് നൽകുമ്പോൾ ഫ്യൂവൽ മീറ്ററിന്റെ ചിത്രമെടുത്തിരുന്നു. വണ്ടി തിരികെ നൽകുന്ന സമയത്ത് പെട്രോളിന്റെ അളവിൽ കുറവാണുണ്ടായത്. പെട്രോൾ നഷ്ടപ്പെട്ടുവെന്ന് ഷോറൂം അധികാരികൾക്ക് ബോധ്യമാവുകയും ചെയ്തിരുന്നു. തുടർന്ന് ടൊയോട്ടയുടെ ബാംഗ്ലൂരിലെ ഹെഡ് ഓഫീസിലേക്ക് പരാതി അയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 24 മണിക്കൂറിനുള്ളിൽ പരിഹാരമുണ്ടാക്കുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു. എന്നാൽ ഇത്ര ദിവസമായിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്ന് മുസ്തഫയും സാമൂഹ്യ പ്രവർത്തകരും പറഞ്ഞു. ഏൽപ്പിക്കുന്ന സമയത്ത് ഹാഫ് ടാങ്കിനടുത്ത് പെട്രോൾ ഉണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മൾ മീറ്ററിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷോറൂമിൽ അവരും അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി തിരികെ നൽകുന്ന സമയത്ത് 24-ാം തീയതി വണ്ടി തിരികെ നൽകുന്ന സമയത്ത് പെട്രോൾ കാലിയായ നിലയിൽ കാണുകയും അത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടാകുമ്പോൾ നഷ്ടപ്പെട്ടത് എന്ന് അവർ എടുത്ത ഫോട്ടോ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. പക്ഷേ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് മോഷ്ടിച്ചതാണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായിരിക്കും ചെയ്തിട്ടാകുമ്പോൾ നമ്മൾ വണ്ടി തിരിച്ചെടുക്കണമെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എഴുതി തന്നാൽ മാത്രമേ എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്രോൾ വെക്കുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നു, അതിൻ്റെ മീറ്ററിൻ്റെ ഫോട്ടോ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ പെട്രോൾ അതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എഴുതി തന്നു. സംഭവത്തിൽ ഉടമസ്ഥ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിലും ബേക്കൽ പോലീസിനും മുഖ്യമന്ത്രി, സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ പോലീസ് മേധാവി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. തങ്ങളുടെ വിലപിടിപ്പുള്ള വാഹനങ്ങൾ ഷോറൂം അധികൃതരുടെ ഉത്തരവാദിത്വത്തിലാണ് ഏൽപ്പിച്ചു പോകുന്നതെന്നും അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്ത പ്രവർത്തനം നടത്തുന്നത് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന നടപടിയാണെന്നും മുസ്തഫയും സാമൂഹ്യ പ്രവർത്തകരും കുറ്റപ്പെടുത്തി. വാഹനങ്ങളിൽ നിന്നും സ്പെയർ പാർട്ടുകളോ മറ്റോ മാറ്റിയിട്ടുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതുപോലെ പെട്രോൾ മാത്രമല്ല, ചിലപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിൻ്റെ വിലപിടിച്ച സ്പെയർ പോലും അവർ മോഷ്ടിക്കുമെന്നുള്ളതാണ് ഇതിൽ നമ്മൾ വ്യക്തമാക്കുന്നത്. അപ്പം അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം.
മുസ്തഫയോടൊപ്പം സുബൈർ പടുപ്പ്, ഹമീദ് ചേരങ്കൈ, പുരുഷോത്തമ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. കാസർഗോഡ് BRC ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കാസിം ടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ചിറക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നായന്മാർ മൂല ടാൽടോപ്പ് ടെക്കീസ് പാർക്കിലാണ് ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചത്. കാസർഗോഡ് BRC ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ കാസിം ടി ഉദ്ഘാടനം ചെയ്തു. സ്വയം പര്യാപ്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതിന് പിന്തുണ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മനോഭാവം വ്യക്തികളും സമൂഹവും ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട്. നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ നടത്തിയ ചില പിന്തുണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ആദ്യമായി ഈ ഒരു സംഘടനയെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ചിറക് കൂട്ടായ്മ ചെയർമാൻ ഡോക്ടർ ജാസിർ അലി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ, അലയൻസ് ക്ലബ് സോൺ ചെയർമാൻ S റഫീഖ്, ചിറക് കൂട്ടായ്മ വൈസ് ചെയർമാൻ NA മഹമ്മൂദ് സദൻ, PP ഉമ്മർ നായന്മാർ മൂല തുടങ്ങിയവർ പരിപാടിയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഴ്ചയില്ലാത്ത അമ്മ പശുവിനെയും കിടാവിനെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് പുല്ലൂരിലെ സുന്ദരനും ഉഷയും ഡോക്ടർമാരടക്കം എല്ലാവരും കൈയൊഴിഞ്ഞ കുഞ്ഞൂസ് എന്ന് വിളിപ്പേരുള്ള അമ്മ പശുവും കിടാവും ഈ ദമ്പതികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലെത്തിയ പുല്ലൂർ സ്വദേശിയായ സുന്ദരൻ പുല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ മികച്ച കർഷകനാണ്. 8 കാസർഗോഡ് കുള്ളന്മാരടക്കം 15ലധികം പശുക്കൾ സുന്ദരന്റെ ഫാമിലുണ്ട്. എല്ലാവരെയും പേരിട്ട് വിളിക്കുന്ന സുന്ദരന് പശുക്കളെ മൂക്കുകയർ ഇട്ട് വളർത്താൻ ഇഷ്ടമല്ല. അവയുടെ സ്വാതന്ത്ര്യവും സ്വാഭാവികതയും കളയാതെയാണ് വളർത്തുന്നത്. പശുക്കളെ സ്വന്തം മക്കളെപ്പോലെയാണ് ഈ ദമ്പതിമാർ സ്നേഹിക്കുന്നത്. അവരിൽ പ്രിയം കൂടുതൽ കുഞ്ഞൂസിനോടാണ്. പിറന്നു വീണ ഉടനെ തന്നെ എഴുന്നേറ്റ് ചാടിക്കളിക്കുകയാണ് സാധാരണ പശുക്കിടാവുകൾ ചെയ്യാറ്. പക്ഷേ ഈ കിടാവ് ജനനം തൊട്ടേ വൈകല്യങ്ങളുമായാണ് പിറന്നത്. തല ഉയർത്താനാവാതെ എഴുന്നേൽക്കാനാവാതെ തൊഴുത്തിൽ തന്നെ കിടന്നു. പാല് കുടിക്കാനാവാത്ത പശുക്കിടാവിന് സുന്ദരനും ഉഷയും മാതാപിതാക്കളായി. പശുക്കുട്ടിയെ വീട്ടിനകത്തേക്ക് മാറ്റി എന്നും കഴുത്തിന് ചൂടുപിടിച്ചും തഴുകിയും പരിപാലിച്ചു. അകിട് ചുരത്താത്ത അമ്മ പശുവിൻ്റെ അകിട് പിഴിഞ്ഞ കുഞ്ഞൂസിൻ്റെ വായിലേക്ക് ഇറ്റിച്ചു. പാൽ കിട്ടി തുടങ്ങിയതോടെ കുഞ്ഞൂസിന് അല്പാൽപമായി ജീവൻ വെച്ച് തുടങ്ങി. വളർന്നു തുടങ്ങിയതോടെ സുന്ദരനും ഉഷയ്ക്കും മനസ്സിലായി കുഞ്ഞൂസ് അന്ധയാണെന്ന്. കാഴ്ചയില്ലെന്ന് മനസ്സിലാക്കിയതോടെ പശുവിന് കൂടുതൽ പരിചരണം നൽകി. ജനിക്കുമ്പോൾ തന്നെ ഈ കുട്ടിക്ക് കാഴ്ച ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനും സുന്ദരനും കൂടി അതിനെ നടക്കാനും അത് എഴുന്നേൽക്കാനും എല്ലാം പഠിപ്പിച്ചു. പിന്നെ പുല്ല് വായിൽ വെക്കാനും, പിന്നെ അതിൻ്റെ അമ്മ പശു ഈ കുഞ്ഞിനെ നോക്കിയേ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പിടിച്ച് കൊണ്ടുപോയിട്ട് വായിൽ പാലിങ്ങനെ പിഴിഞ്ഞിട്ടാണ് വായിൽ ഒഴിച്ചു കൊടുത്തത്. കുറേ 5 മാസത്തിൻ്റെ ഇടയ്ക്ക് അത് എഴുന്നേറ്റ് നടന്നു. പിന്നെ പ്രസവിച്ചു. ഇപ്പോൾ ആ കുട്ടിക്കും കാഴ്ചയില്ല. തൊഴുത്തിൽ കെട്ടിയാൽ മറ്റു പശുക്കളുടെ ചവിട്ടേൽക്കുന്നതിനാൽ രാത്രികാലങ്ങളിൽ വീട്ടിനകത്ത് ഒരു മുറി കുഞ്ഞൂസിനായി മാറ്റിവെച്ചു. 5 മാസം പിന്നിട്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം കുഞ്ഞൂസ് എഴുന്നേറ്റ് നിന്നു. ഇരു കണ്ണിനും കാഴ്ചയില്ലെങ്കിലും ശബ്ദം കൊണ്ടും ഗന്ധം കൊണ്ടും അവൾ എല്ലാം തിരിച്ചറിയും. സുന്ദരനും ഉഷയും പറയുന്നത് ചെവി കൂർപ്പിച്ച് കേൾക്കും. പച്ചപ്പുല്ലും വൈക്കോലും ഗന്ധം കൊണ്ട് തിരിച്ചറിഞ്ഞ് കഴിക്കും. എല്ലാവരും എഴുതിത്തള്ളിയ പശു കഴിഞ്ഞ വർഷം പ്രസവിച്ചു. ഈ പശു ജനിച്ച സമയത്ത് ദേഹത്ത് രോമം കുറവായിരുന്നു. ചെറിയ രീതിയിലല്ലാണ്ട് നമ്മൾ മനുഷ്യന്മാർ സ്കിന്ന് പോലെയായിരുന്നു. എഴുന്നേറ്റ് നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ വന്നിട്ട് കൺഫേം ചെയ്തു, ഇത് അധികം ജീവിച്ചിരിക്കില്ല, എന്തായാലും മരിച്ചു പോകുമെന്ന് പറഞ്ഞതാണ്. പിന്നെ 5 മാസത്തോളം ഇതിനെ അമ്മയും പപ്പയും കൂടി എടുത്തിട്ട് അതിനെ കൊണ്ടുപോകും. അങ്ങനെ പാല് കുടിപ്പിക്കും. നടക്കില്ല, ഒന്നുമില്ല, കിടന്ന സ്ഥലത്ത് അതുപോലെ ആയിരുന്നു. 5-ാം മാസം പെട്ടെന്ന് ഒരു ദിവസം അത് എഴുന്നേറ്റ് നിന്ന പിന്നെ നല്ല ഫിസിയോതെറാപ്പി ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ നടത്താൻ പഠിപ്പിച്ചു, പുല്ല് കഴിക്കാൻ പഠിപ്പിച്ചു, തീറ്റ എല്ലാം പഠിപ്പിച്ചതാണ്. സ്വന്തമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇത് പ്രസവിച്ചു. കൊച്ചിന് ഇപ്പോൾ 2-3 ദിവസമായി. ഡോക്ടർ ഒന്ന് കൺഫേം ചെയ്തു, കുട്ടിക്ക് കാഴ്ചയില്ല. 2ാം തവണയും ഗർഭിണിയായ കുഞ്ഞൂസിന് പ്രത്യേക പരിഗണനയാണ് നൽകിയത്.
കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞൂസ് പ്രസവിച്ചത്. ഈ കിടാവിനും കണ്ണിന് കാഴ്ചയില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എങ്കിലും കുഞ്ഞൂസിനെ ഇവരെങ്ങനെയാണ് സ്നേഹത്തോടെ പരിപാലിച്ചു പോകുന്നത്, അതേ സ്നേഹത്തോടെ ഈ കിടാവിനെയും പരിപാലിക്കും. കുഞ്ഞൂസ് വീണ്ടും അമ്മയായതിൻ്റെ സന്തോഷത്തിലാണ് സുന്ദരനും ഉഷയും. മകൾ ശ്രുതിയും അച്ഛനമ്മമാരുടെ പശു വളർത്തലിന് ഒപ്പമുണ്ട്. ജയരാജ് കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കോട്ടപ്പാറ സൗഹൃദ പുരുഷ സ്വയം സഹായ സംഘം അനുമോദനം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ എ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടപ്പാറ സൗഹൃദ പുരുഷ സ്വയം സഹായ സംഘം അനുമോദനം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ എ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി മധു അധ്യക്ഷനായി. നിവീർ യോദ്ധായിലൂടെ ഭാരത പ്രതിരോധ സേനയുടെ ഭാഗമായ വി ആദർശ്, എ അമൽരാജ്, മിസ്റ്റർ കേരള, മിസ്റ്റർ കാസർഗോഡ്, മിസ്റ്റർ സൗത്ത് ഇന്ത്യ ഓവറോൾ 4ാം സ്ഥാനവും നേടിയ പി ശിവരാജ്, SLC ഉന്നത വിജയം നേടിയ നന്ദിത നാരായണൻ, പി അഭിജിത്ത്, +2 വിജയികളായ പി അനുശ്രീ, കെ നിവേദ് എന്നിവർക്കാണ് അനുമോദനം നൽകിയത്. BJP വാഴക്കോട് ബൂത്ത് പ്രസിഡന്റ് സി കുമാരൻ, BMS മടിക്കൈ മേഖലാ പ്രസിഡന്റ് പി മണി, വാഴക്കോട് ഗവൺമെന്റ് സ്കൂൾ PTA പ്രസിഡന്റ് ബിജു തുമ്പയിൽ എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി കെ ബിജു സ്വാഗതവും ട്രഷറർ പി മനോജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മടിക്കൈ പ്രദേശത്തെ നേന്ത്രവാഴ കർഷകർ ആഹ്ലാദത്തിൽ. ഇത്തവണ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ. നേന്ത്രവാഴ കൃഷിയിൽ പേരുകേട്ട ഗ്രാമമാണ് മടിക്കൈ. പ്രധാനമായും അരയിപ്പുഴയുടെ കൈവഴിയായ ചാലിന്റെ ഇരുകരകളിലുമുള്ള വെള്ളക്കെട്ടില്ലാത്ത വയലുകളിലും പറമ്പുകളിലുമാണ് വാഴ കൃഷി ചെയ്യുന്നത്. പുളിക്കാൽ, ആലൈമാട്, അമ്പലത്തറ, കണിച്ചിറ, പള്ളത്തുങ്കാൽ, മുട്ടരക്കാൽ പ്രദേശങ്ങളിലാണ് പ്രധാനമായും വാഴ കൃഷി നടത്തുന്നത്. ഉയർന്ന കൂലിച്ചെലവ്, ദിവസം തോറും കൂടുന്ന വളം വില, കാറ്റിലും മഴയിലും ഉണ്ടാകുന്ന വ്യാപക നഷ്ടം, ഇതിനൊക്കെ പുറമെ വിൽപ്പനയിൽ ഇടനിലക്കാർ നടത്തുന്ന ചൂഷണവുമാണ് കർഷകർക്ക് പലപ്പോഴും തിരിച്ചടിയാവാറുള്ളത്. എന്നാൽ ഇത്തവണ കാലാവസ്ഥയും വിലയും എല്ലാം കർഷകർക്ക് അനുകൂലമായിരുന്നു. മികച്ച പരിചരണത്തിലൂടെ മികച്ച വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ. കിൻഡൽ വാഴയുടെ കന്നിന്റെ പ്രശ്നം കൊണ്ടും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭ പ്രശ്നം കൊണ്ടും കർഷകർ വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു. ഇപ്രാവശ്യം വെച്ചാൽ കന്ന് കാഞ്ഞങ്ങാട് നഗരസഭയുടെയും അതുപോലെ തന്നെ മടിക്കൈ പഞ്ചായത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ 1 ലക്ഷത്തിൽ പരം നേന്ത്രവാഴ ഇറക്കിയത് സാധാരണ 5 മാസം കൊണ്ട് കൊലക്കുന്ന നേന്ത്രവാഴയാണ്. അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയും കന്നിൻ്റെ പ്രശ്നവുമില്ലാതെ നല്ല വിലയും ഇപ്പോൾ തന്നെ 49-50 രൂപ വരെ കർഷകർക്ക് കിട്ടുന്നുണ്ട്. നേന്ത്രക്കായയ്ക്ക് ആവശ്യക്കാർ ഏറെയാണെന്നും മികച്ച വില തന്നെയാണ് വിപണിയിൽ നിന്നും ലഭിക്കുന്നതെന്നും കർഷകർ പറഞ്ഞു. ജയരാജ് കാഞ്ഞങ്ങാട്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലുണ്ടായ സംഘർഷം. 3 ഓട്ടോ ഡ്രൈവർമാർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തു. കാസർഗോഡിന്റെ എയിംസ് എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലെത്തിയതാണ് എയിംസ് കാസർഗോട്ടെത്തുമെന്ന പ്രതീക്ഷ ഉയർത്തുന്നത്. 100ന്റെ നിറവിലെങ്കിലും കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അവഗണന മാത്രം ബാക്കി. സ്കൂളിന്റെ പല കെട്ടിടങ്ങളും വർഷങ്ങളുടെ പഴക്കമുള്ളത്. മഞ്ചേശ്വരത്തും ഉപ്പളയിലും യാത്രക്കാർക്ക് ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലേക്കും എത്തിപ്പെടുന്നത് ദുരിതമാകുന്നു. നടപടി വേണമെന്ന ആവശ്യം ശക്തം. അന്ത്യോദയ എക്സ്പ്രസ് ട്രെയിനിന്റെ കോച്ചുകൾ പകുതിയായി വെട്ടിക്കുറച്ചു. ദുരിതത്തിലായി കാസർഗോട്ടെ യാത്രക്കാർ. കേരള ബാങ്ക് അപ്രൈസേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ കുടുംബസമേതം ധർണാ സമരം നടത്തി. CITU ജില്ലാ പ്രസിഡന്റ് പി മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.